ഇന്ന് നമുക്ക് അങ്കമാലി മാങ്ങാക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 2 മാങ്ങ നുറുക്കിയെടുത്തത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് നുറുക്കിയിരിക്കുന്നത്, കാരണം മാങ്ങ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതുകൊണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്താൽ മതി. പിന്നെ ഒരു 10-12 അല്ലി ചെറിയ ഉള്ളി നുറുക്കിയത്, ഒരു മീഡിയം സൈസ് സവാള വളരെ കനം കുറച്ച് നൈസായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്. ഇതിൽ കൂടുതലായിട്ട് നമ്മൾ മുളക് പൊടിയേക്കാൾ കൂടുതൽ പച്ചമുളകാണ് ചേർക്കുക എരിവിന് വേണ്ടി. കറിവേപ്പില. നമുക്ക് ആദ്യം മാങ്ങയൊന്ന് അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പുരട്ടി വയ്ക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് മാങ്ങയിലോട്ട്. ഇനി അതിലോട്ട് ഞാനൊരു 1 ടീസ്പൂൺ നാടൻ വിനാഗിരി ചേർക്കുകയാണ്. നല്ല തെങ്ങിൻ ചൊറുക്ക എന്ന് പറയും, നല്ലൊരു സ്മെല്ലും അതെല്ലാം കിട്ടുന്നതിന് വേണ്ടി നാടൻ ചൊറുക്കയാണ് യൂസ് ചെയ്യുന്നത്. വിനാഗിരി 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം പിന്നീട് നമ്മൾ കറിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ കൂടുതലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെറുതെ മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്ത് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ പറഞ്ഞാൽ വിട്ടുപോയത്, നല്ല ഒരു 1/2 ഗ്ലാസ് 1-ാം പാല്, തേങ്ങാപ്പാൽ 1-ാം പാല്, 2 ഗ്ലാസ് 2-ാം പാല്, കാരണം കട്ടി കുറഞ്ഞ 2-ാം പാല് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലോട്ട് മിക്സ് ചെയ്യാം. ഒരു ബൗൾ എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്കൊരു അല്പം ചൂടുവെള്ളം ചേർത്തിട്ട് ഈ മസാലയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചവെള്ളമല്ല ഞാൻ ചേർക്കുന്നത്, ചൂടുവെള്ളം തന്നെയാണ്. കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചെറിയൊരു കുഴമ്പ് രൂപത്തിലുള്ള മസാലയാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഒരു മൺചട്ടി എടുക്കുക. കട്ടിയുള്ളൊരു മൺചട്ടിയാണ് നല്ലതാണ്, കറി വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ നല്ലത്. മൺചട്ടിയിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, കറിവേപ്പില. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം, നന്നായിട്ട് പിഴിഞ്ഞ്. ഈ മിക്സ് ആണ് ഇതിലെ പ്രധാനം. മിക്സ് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. സവാളയുടെ നീരെല്ലാം അതിലോട്ട് ഇറങ്ങി വരണം. നന്നായിട്ട് ഒന്ന് തിരുമ്മി ഉടച്ചെടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലിട്ട്. ഇത് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും. നമ്മൾ ഉടച്ചു കൊടുക്കുമ്പോൾ ആ വെളിച്ചെണ്ണയുടെയും വിനാഗിരിയുടെ എല്ലാം കൂടെ നല്ല സ്മെല്ലാണ്. ഇതിനകത്തേക്ക് ആ പച്ചമുളകും മറ്റ് മസാലകളും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. കനം കുറഞ്ഞ 2-ാം പാല്. 2-ാം പാല് നല്ല കട്ടി കുറഞ്ഞ് തന്നെ ഇരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അടുപ്പത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തുറന്നു വെച്ച് തന്നെ വേവിക്കാം. ഇനി നമുക്കൊരു കയ്യിൽ കൊണ്ട് ഇളക്കി കൊടുക്കാം. മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരും.
ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ദിശയിലായിട്ടാണോ ഇളക്കുന്നത് ആ ഒരു സൈഡിലേക്ക് തന്നെ, ഇപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് തന്നെ ഇളക്കുക എന്ത് കഴിയുന്നവരെ. ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല മൂവാണ്ട മാങ്ങയാണ്. പുളി ഒട്ടും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒരു മീഡിയം ആവറേജ് പുളിയുള്ള മാങ്ങയായിരിക്കും എപ്പോഴും നല്ലത് കറി വയ്ക്കാനായിട്ട്. മാങ്ങ നല്ലപോലെ പാലിൽ മുങ്ങിക്കിടങ്ങും. മാങ്ങ ഉടഞ്ഞു പോകാതിരിക്കാനാണ് വലിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറുക്കിയിരിക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്ത ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ വേണം. നല്ലപോലെ വെന്ത് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർക്കുന്നതിനോടൊപ്പം തന്നെ തീ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. കൂടുതൽ തിളച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ചീത്തയായിരിക്കും. കറി റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് താളിക്കാനും കൂടെയാണ് ബാക്കിയുള്ളത്. നല്ലപോലെ വെന്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ വെളിച്ചെണ്ണയുടെയും വിനാഗിരിയുടെ എല്ലാം കൂടെ തിക്ക് ഗ്രേവിയാണ് ഉണ്ടാകുന്നത്. താളിക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. താളിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങുന്നതിന് നല്ലതാണ്. അപ്പോൾ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് മൂടി വെച്ച് കുറച്ച് നമ്മുടെ മാങ്ങാക്കറി ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാവ്, ആ തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണയുടെയും വിനാഗിരിയുടെ എല്ലാം കൂടെ ആ ഒരു സ്മെല്ലും ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് മാങ്ങാക്കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഈ മാങ്ങാക്കറി ഒരു ദിവസം തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത ദിവസം ഉപയോഗിക്കാനായിരിക്കും അതിൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് ഒരു 12 മണിക്കൂറെങ്കിലും വച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.